അഖിൽ മാരാർ അടുത്തിടെ നടത്തിയ പരാമർശങ്ങൾ കേരളത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിതെളിച്ചിരിക്കുകയാണല്ലോ. ഡെലിവറിയും അതിനുശേഷമുള്ള പോസ്റ്റ്മോർട്ടം കെയറും ഒരാഡംബരമാണെന്ന രീതിയിലുള്ള അദ്ദേഹത്തിന്റെ സംസാരം പഴയ കാലത്തെ ചില തെറ്റായ ധാരണകളെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ഇവിടെ ഒരു പെണ്ണ് പ്രഗ്നന്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ അമ്മ അയ്യോ എന്റെ മോള് എന്തോ മാരക രോഗം കണക്കാ പ്രഗ്നൻസിയെ കാണുന്നത്. ഇപ്പൊ പഴയ കാലത്തെ അറിവില്ലായ്മ കരുത്തായിരുന്നു. നമ്മുടെ വീടുകളിൽ കാരണവന്മാർ പറഞ്ഞു കേട്ടിട്ടുള്ള അതേ കാര്യങ്ങളാണ് അഖിൽ മാരാരും പറഞ്ഞത്. ആ സ്ത്രീ അവള് പ്രസവിച്ചിട്ട് പോയിരുന്ന് ആ 2 കിലോ അരി ഇടിച്ചോടെ വെച്ചു. പണ്ട് പ്രസവം കഴിഞ്ഞ് പിറ്റേന്ന് തന്നെ സ്ത്രീകൾ പണിക്ക് പോകുമായിരുന്നു എന്നൊക്കെ പറയുന്നത് പലപ്പോഴും വലിയ കാര്യമായിട്ടാണ് അവതരിപ്പിക്കപ്പെടാറുള്ളത്. അന്നത്തെ കാലത്തെ സൗകര്യങ്ങളുടെ കുറവ്. അക്കാലത്ത് ഇന്നത്തെ പോലെ ആശുപത്രികളോ വിദഗ്ധ ചികിത്സയോ സ്കാനിംഗ് സൗകര്യങ്ങളോ കുറവായിരുന്നു. മിക്കവാറും പ്രസവങ്ങൾ വീട്ടിൽ തന്നെയായിരുന്നു നടന്നിരുന്നത്. പിന്നെ ഒന്നായിരുന്നു നിവൃത്തികേട്. വിശ്രമിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടല്ല, മറിച്ച് പട്ടിണി മാറ്റാനും കുടുംബം പുലർത്താനും മറ്റു വഴികളില്ലാത്തത് കൊണ്ടാണ് പല സ്ത്രീകളും പ്രസവശേഷം കഠിനമായ ജോലികൾക്ക് പോയിരുന്നത്. അന്നത്തെ കാലത്തെ ആരോഗ്യ പ്രശ്നങ്ങൾ. അന്ന് ഇങ്ങനെ കഠിനമായി ജോലി ചെയ്ത പല സ്ത്രീകളും പിൽക്കാലത്ത് ഗർഭപാത്രം താഴേക്കിറങ്ങുക, വിട്ടുമാറാത്ത നടുവേദന, വിളർച്ച തുടങ്ങിയ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും പുറം ലോകം അറിഞ്ഞിരുന്നില്ലെന്ന് മാത്രം. പ്രസവം ഒരു നിസ്സാര കാര്യമല്ല. ഒരു സ്ത്രീയുടെ ശരീരം മറ്റൊരു ജീവന് ജന്മം നൽകാൻ വേണ്ടി വലിയ മാറ്റങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ശാസ്ത്രീയമായി നോക്കിയാൽ ഇത് ശരീരത്തിന് ഏൽക്കുന്ന വലിയൊരു ആഘാതം തന്നെയാണ്. ശരിയായ ചികിത്സയുടെയും വിശ്രമത്തിന്റെയും പ്രാധാന്യം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ശാരീരികമായ വീണ്ടെടുപ്പ്. പ്രസവ സമയത്ത് നഷ്ടപ്പെടുന്ന രക്തവും ഊർജവും വീണ്ടെടുക്കാൻ പോഷകാഹാരവും വിശ്രമവും അനിവാര്യമാണ്. പിന്നീട് വരുന്നതാണ് മാനസികാരോഗ്യം, പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ. പ്രസവശേഷം ഹോർമോൺ വ്യതിയാനങ്ങൾ മൂലം മിക്ക സ്ത്രീകൾക്കും മാനസികമായ പ്രയാസങ്ങൾ അനുഭവപ്പെടാറുണ്ട്. ഇതിനെ വെറും മൂഡ് സ്വിങ്സ് ആയി കാണാതെ ശാസ്ത്രീയമായി സമീപിക്കേണ്ടതുണ്ട്. പിന്നെ ഒന്നാണ് അണുബാധ തടയൽ. മുറിവുകൾ ഉണങ്ങാനും അണുബാധകൾ ഉണ്ടാകാതിരിക്കാനും കൃത്യമായ മെഡിക്കൽ പരിചരണം അത്യാവശ്യമാണ്. നമ്മൾ വളർന്നു വന്ന സാഹചര്യത്തിൽ കേട്ട അതേ പഴയ ചിന്താഗതി ഒരു പൊതുവേദിയിൽ വിളിച്ചു പറയുമ്പോൾ അത് സമൂഹത്തിന് തെറ്റായ സന്ദേശമാണ് നൽകുന്നത്. അതാണ് അഖിൽ മാരാർ ഇവിടെ ചെയ്തത്. കാലം മാറി. പഴയ കാലത്തെ സൗകര്യക്കുറവിനെ ഒരു മാതൃകയായി കാണുന്നത് വിഡ്ഢിത്തമാണ്. പണ്ട് അറിവില്ലായ്മ കൊണ്ടാണ് പലരും ശരിയായ ചികിത്സ തേടാതിരുന്നത്. ഇന്ന് നമുക്ക് അറിവുണ്ട്, സൗകര്യങ്ങളുണ്ട്. അത് ഉപയോഗപ്പെടുത്തുന്നത് ആഡംബരമല്ല, മറിച്ച് ഓരോ സ്ത്രീയുടെയും അവകാശമാണ്. പ്രസവ വേദനയും പ്രസവാനന്തര പ്രയാസങ്ങളും അനുഭവിക്കുന്ന ഒരു സ്ത്രീക്ക് നൽകേണ്ടത് പരിഹാസമല്ല, മറിച്ച് കരുതലാണ്. പഴയ കാലത്തെ കഷ്ടപ്പാടുകളെ പുകഴ്ത്തി പാടുന്നതിന് പകരം പുതിയ കാലത്തെ പുരോഗതിയെ സ്വാഗതം ചെയ്യുകയാണ് വേണ്ടത്.